നാഥാ നിൻ ദർശനമെവിടെയുണ്ടായാലും അവിടെയുണ്ടാകും അനുഗ്രഹവർഷം. നാഥാ നിൻ പാദം എവിടെ പതിഞ്ഞാലും അവിടെയുണ്ടാകും അത്ഭുതവർഷം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 27-ാം സങ്കീർത്തനത്തിന്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുമേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതേ ദൈവമക്കളെ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട ആ മുറിക്കകത്ത് ആലയത്തിനകത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം ഞാൻ ഓർക്കാറുണ്ട്. അപ്പം ഞാൻ ഓർത്തു പോകും, ദാവീദ് രാജാവ് എത്ര ഭാഗ്യവാൻ. ദൈവാലയത്തിൽ ആ അനുഗ്രഹമേറിയ ആത്മസത്യങ്ങൾ കാണാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പറഞ്ഞത്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ മഹത്വം കണ്ട നാൾ മുതൽ ഇന്നും ഓർക്കുമ്പോൾ എൻ്റെ കർത്താവേ, ആലയത്തിലിരുന്നുള്ള പ്രാർത്ഥന ഭയങ്കര അനുഗ്രഹം. എപ്പോഴും ആ കണ്ട ഭാവങ്ങൾ, ആ കേട്ട ശബ്ദം, ആ കണ്ട വെളിച്ചം എപ്പോഴും മിന്നി മിന്നി ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ ഓർക്കുന്നത്, കർത്താവെ, ദാവീദ് രാജാവ് ഇതെവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ദൈവമഹത്വം എത്രമാത്രം ആത്മാവിൽ കണ്ടിട്ടാണ്. അയ്യോ, ദൈവത്തിന് സ്തോത്രം. 10,000 സുന്ദരനായ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കണ്ടെത്തിയ ദാവീദ് രാജാവിൻ്റെ ആത്മാവിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ഗ്ലോറി, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിനോട് കൂടെയായിരുന്നില്ലേ? ദാവീദിനോട് സംസാരിച്ചില്ലേ? അതിനെ അനുഗ്രഹിച്ചില്ലേ? ദാവീദിൻ്റെ ആ മനസ്സ് എത്ര മാത്രമായിരുന്നു, ആ ദൈവാലയത്തിലിരിക്കാനുള്ള ആഗ്രഹം എത്ര വലുതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവാലയത്തിലിരിക്കുമ്പോഴും ഇരുന്ന് ആരാധിക്കുന്നവർ മനസ്സ്, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറഞ്ഞേ, കാരണം ദൈവാലയത്തിൽ ദൈവമഹത്വം കണ്ടവർ കയറിയിരുന്നാൽ ഇറങ്ങുന്നത് പോലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാണാം. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവരുടെ പാട്ട്, അവരുടെ പ്രാർത്ഥന, അവരുടെ സാക്ഷ്യങ്ങളൊക്കെ എത്ര അനുഗ്രഹ. സഭകളിലെല്ലാം അങ്ങനെയല്ലേ? എല്ലാ സഭകളിലും എല്ലാവരും ആയിരിക്കുന്ന ദൈവാലയങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേകത വിശ്വസിക്കുന്ന മക്കൾ കാണും. ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ മഹത്വം കാണുക എന്നുള്ളത് പറഞ്ഞാൽ എത്ര വലുതാ. ദൈവാലയത്തിലിരുന്ന് ആരാധിക്കുന്നത് എത്ര മനോഹരമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദൈവം ജീവിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തിക്കൊണ്ട് ആരാധനയൊന്നും മുടക്കമില്ലാതെ 2024 എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുത്തുകൊണ്ട്. ഒരുപാട് ശുശ്രൂഷ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ആരാധന മുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ദൈവമക്കളെ, നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുത്തുകൊണ്ട് ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി സഭകളിൽ ദൈവത്തെ വാഴ്ത്ത. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ പാദപീഠത്തിലിരുന്ന് ആരാധിക്കേണ്ടതിന്, ഇരട്ടി പങ്ക് കൃപയോടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി വരും, ദൈവസന്നിധിയിൽ നിന്ന് ആത്മാവിൽ നിറഞ്ഞ് സൗഖ്യം പ്രാപിച്ചിറങ്ങി വരും. കർത്താവെ, എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സഭകളിൽ ഉചിതമാമണ്ണം നല്ല സാക്ഷ്യം പറഞ്ഞുകൊണ്ട് കർത്താവെ, പ്രത്യാശയുള്ളവരായി സഭാ ശുശ്രൂഷകൾ ചെയ്യുന്ന മക്കൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടും, സഭയിൽ കടന്നു ചെന്ന് ആരാധന കൂടുന്ന സകല മക്കളും ദൈവാലയത്തിലെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണേ. എല്ലാ സഭകളെയും അനുഗ്രഹിക്കണേ. എല്ലാ സഭാ ശുശ്രൂഷക്കാരെയും ദൈവം അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവെ, നഷ്ടപ്പെട്ട താലന്തുകളെ തിരിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സകലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരട്ടി പങ്ക് കൃപയോടെ എൻ്റെ കർത്താവിന് വേണ്ടിയായി തീരുവാൻ മക്കളെ ഒരുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.